വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ ബാക്കി രണ്ട് പാരഡൈംസ് ആയ സെമി സൂപ്പർവൈസ്ഡ് ലേണിങ്ങും റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങും പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് നോക്കാം. ഈ ഇമേജസിൽ മുകളിലുള്ള ബോക്സിൽ ലൈം, ആപ്പിൾ, ഓറഞ്ച് എന്ന് ലേബിൾസ് കൊടുത്തിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. പക്ഷേ താഴെ കാണുന്ന ബോക്സ് ഒന്ന് നോക്കിക്കേ, അതേ ഫ്രൂട്ട്സിൻ്റെ വേറെ ഫോട്ടോസിന് ലേബിൾസ് കൊടുത്തിട്ടില്ല. മോഡൽ എന്ത് ചെയ്യുന്നു? മോഡൽ ആദ്യം ഈ ലേബിൾഡ് ഫ്രൂട്ട്സിൽ നിന്ന് പഠിക്കുന്നു. അതിനുശേഷം ആ നോളജ് യൂസ് ചെയ്ത് ലേബിൾസ് ഇല്ലാത്ത ഫ്രൂട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും പഠിക്കുന്നു. അതായത് കുറച്ച് ലേബിൾഡ് ഡേറ്റയും കൂടുതൽ അൺലേബിൾഡ് ഡേറ്റയും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ടൈപ്പാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെയും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മുടെ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. ഈ ഇമേജിൽ കാണുന്ന റോബോട്ടിനെ, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോബോട്ടിനെ നമ്മൾ ഏജൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഏജൻറ്റ് ഒരു എൻവയോൺമെൻറ്റിൽ ഒരു ആക്ഷൻ ചെയ്യും. ആക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഏജൻറ്റിന് റിവാർഡ് കിട്ടും. തെറ്റായ ആക്ഷൻ ആണെങ്കിൽ റിവാർഡ് കിട്ടില്ല, ചിലപ്പോൾ പെനാൽറ്റിയും കിട്ടും. ഈ റിവാർഡും പെനാൽറ്റിയും ഫീഡ്ബാക്കായിട്ട് എടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഏത് ആക്ഷൻ ചെയ്യണമെന്ന് ഏജൻറ്റ് പഠിക്കുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും നല്ല ആക്ഷൻ കണ്ടുപിടിക്കുന്നതാണ് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒരു കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് പോലെ ആദ്യം കുട്ടിക്ക് ബാലൻസ് കിട്ടത്തില്ല. സൈക്കിൾ ഓടിക്കുമ്പോഴത്തേക്കും പലതവണ വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓരോ അറ്റംപ്റ്റിൽ നിന്നും പഠിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നന്നായി സൈക്കിൾ ഓടിക്കാൻ കഴിയും, ഇല്ലേ? അതുപോലെ തന്നെ റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൽ ഏജൻ്റ് എക്സ്പീരിയൻസിൽ നിന്നും അതേപോലെ ഫീഡ്ബാക്കിൽ നിന്നും പഠിച്ച് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെമി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു 6 പോയിൻറ്റ്സ് പഠിക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് യൂസസ് ഫ്യൂ ലേബിൾഡ് പ്ലസ് മെനി അൺലേബിൾഡ് ഡേറ്റ എന്നുള്ളത്. രണ്ടാമത്തെ പോയിൻ്റാണ് ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് അപ്രോച്ചസ്. അതായത് സൂപ്പർവൈസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലേബിൾഡ് ഡേറ്റ ഉണ്ടാവും. അൺസൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞാൽ അൺലേബിൾഡ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് നമ്മുടെ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. തേർഡ് പോയിൻ്റാണ് റെഡ്യൂസസ് ദ നീഡ് ഫോർ ലാർജ് ലേബിൾഡ് ഡേറ്റാ സെറ്റ്സ്. കുറേ ലേബിൾഡ് ഡേറ്റാ സെറ്റ്സിൻ്റെ നീഡ് ഇവിടെ കുറയ്ക്കുന്നുണ്ട്. നാലാമത്തെ പോയിൻ്റാണ് യൂസ്ഫുൾ വെൻ ലേബലിംഗ് ഈസ് എക്സ്പെൻസീവ് ഓർ ടൈം കൺസ്യൂമിങ്. ലേബലിംഗ് എക്സ്പെൻസീവ് ആവുന്ന കേസിൽ നമുക്ക് ഈ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ലേബലിംഗ് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും നമുക്ക് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് ബെറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ പോയിൻ്റാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്ന കുറച്ച് അൽഗോരിതംസ്. അതായത് സെൽഫ് ട്രെയിനിങ്, കോ ട്രെയിനിങ്, സെമി സൂപ്പർവൈസ്ഡ് SVM, ഇതെല്ലാം ഇതിൽ വരുന്ന അൽഗോരിതംസ് ആണ്. ഇനി ഒരു 2-3 എക്സാമ്പിൾസും കൂടെ നമുക്ക് നോക്കി വയ്ക്കാം. മെഡിക്കൽ ഇമേജ് ക്ലാസിഫിക്കേഷനിൽ ഫ്യൂ എക്സ്പേർട്ട് ലേബിൾഡ് സ്കാൻസും ഉണ്ടാവും, മെനി അൺലേബിൾഡ് സ്കാൻസും ഉണ്ടാവും. ഇത് സെമി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ സ്പീച്ച് റെക്കഗ്നീഷൻ വിത്ത് ലിമിറ്റഡ് ട്രാൻസ്ക്രൈബ് ഡേറ്റ. അതുപോലെ തന്നെ വരുന്നതാണ് വെബ് കോണ്ടൻറ്റ് ക്ലാസിഫിക്കേഷനിൽ ഫ്യൂ ടാഗ്ഡ് പേജസും മെനി അൺടാഗ്ഡ് പേജസും. ഇതെല്ലാം സെമി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഓർത്തിരിക്കാം. നമുക്കിനി റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിലോട്ട് പോകാം. അവിടുത്തെ ഫസ്റ്റ് പോയിൻ്റാണ് ലേൺസ് ബൈ ട്രയൽ ആൻഡ് എറർ എന്നുള്ളത്. രണ്ടാമത്തെ പോയിൻ്റാണ് ഏജൻറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ദ എൻവയോൺമെൻറ്റ്. ഏജൻറ്റ് എൻവയോൺമെൻറ്റായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, എങ്ങനെയാണ് പഠിക്കുന്നത്? ലേൺസ് യൂസിങ് റിവാർഡ്സ് ആൻഡ് പെനാൽറ്റീസ്. അതാണ് തേർഡ് പോയിൻ്റ്. ഫോർത്ത് പോയിൻ്റ് എന്താണ് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത്? ക്യുമുലേറ്റീവ് റിവാർഡ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഫിഫ്ത്ത് പോയിൻ്റാണ് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൻ്റെ ടൈപ്സ്. അവിടെ പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങും ഉണ്ട്, നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങും ഉണ്ട്. ഇനി ഇവിടെ വരുന്ന അൽഗോരിതംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യൂ ലേണിംഗ്, അതേപോലെ തന്നെ ഡീപ് ക്യൂ നെറ്റ്വർക്ക്, സർസ, SAR, SA. ഇനി 2-3 എക്സാമ്പിൾസും കൂടെ 7th പോയിൻ്റായിട്ട് നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിളാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ്. അവിടെ എന്താണ്? ലേൺ സേഫ് ഡ്രൈവിംഗ് ബൈ ഫീഡ്ബാക്ക്. അതേപോലെ തന്നെ റോബോട്ടിക്സിൽ എങ്ങനെയാണ്? റോബോട്ട് ലേൺസ് ടു വാക്ക് ഓർ ഗ്രാസ്പ് ഒബ്ജക്ട്സ് എന്നുള്ളത്. ഇനി ഗെയിം പ്ലേയിങ്ങിൽ ചെസ്സ്, ഗോ,
ആൽഫാഗോ ഇങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. ഇനി 8th പോയിൻ്റായിട്ട് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫിഗേഴ്സൊക്കെ നമുക്ക് മാർക്സ് കൂടുതൽ കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവിടെ നോക്കിക്കേ, അവിടെ ഒരു ഏജൻറ്റിനെ വരച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് എൻവയോൺമെൻറ്റിനെ വരച്ചിട്ടുണ്ട്. ഏജൻറ്റിൽ നിന്ന് എൻവയോൺമെൻറ്റിലോട്ട് ആരോ കൊടുത്തിട്ട് ആക്ഷൻ പെർഫോം ചെയ്യുന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ആക്ഷൻ പെർഫോം ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഒരു റിവാർഡ് അല്ലെങ്കിൽ പെനാൽറ്റി കിട്ടും. അതായത് നമ്മൾ നല്ല രീതിയിലുള്ള ആക്ഷനാണ് അവിടെ ചെയ്തതെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടും. ഇനി എന്തെങ്കിലും തെറ്റ് നമ്മളവിടെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പെനാൽറ്റി കിട്ടും. അത്രയേ ഉള്ളൂ. ഇവിടുത്തെ നമ്മുടെ ഗോൾ എന്താണ്? ട്രൈ ടു മാക്സിമൈസ് റിവാർഡ്സ് മാക്സിമൈസ് ആക്കുകയും പെനാൽറ്റീസ് കുറയ്ക്കുകയും ചെയ്യുക. അതാണ് ഇവിടുത്തെ ഗോള്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ 4 ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഓൾ.